നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് പഞ്ചതന്ത്ര കഥകൾ തുടരുകയാണ്. പഞ്ചതന്ത്രത്തിലെ 3 തന്ത്രങ്ങൾ നമ്മൾ മിത്രഭേദം, മിത്രലാഭം എന്നൊക്കെ കഴിഞ്ഞു. സന്ധി വിഗ്രഹം, അതിലേതാനും കഥകളും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ തന്നെ ഒരു ക്ഷുദ്രവിശ്വാസം, അതായത് നമ്മൾ കണ്ണടച്ച് ഒരു ശത്രുവിനെ വിശ്വസിക്കരുത്. ശത്രു എന്നും ശത്രുവാണ്. ആ ശത്രുത ഉള്ളിൽ നിന്ന് പോയി നമ്മളോട് സൗഹൃദം ശത്രുവിനുണ്ടായി എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കരുത് എന്ന് വെളിവാക്കുന്ന ഗുണപാഠമുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വൃദ്ധനായ കാക്ക കൂടുകൂട്ടി ഒരു വൃക്ഷത്തിൽ അങ്ങനെ കാക്കയാണ് ഇപ്പോൾ കഥ പറയുന്നത്. മേഘവർണ്ണൻ എന്ന കാക്ക. മൂങ്ങയെ പറ്റിയാണ് പറയുന്നത്. കാക്കകളും മൂങ്ങകളും സ്ഥിരം വൈരാഗ്യമല്ലേ? ഇവർക്ക് തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? കാക്കകൾക്ക് പകൽ സമയങ്ങളിൽ അസലായിട്ട് കണ്ണ് കാണാം സൂര്യപ്രകാശത്തിൽ. ആ സമയത്ത് മൂങ്ങകൾക്ക് അത്രയ്ക്കങ്ങോട്ട് കണ്ണ് പിടിക്കില്ല. നേരം സന്ധ്യ ഇരുട്ട് വീണാലോ കാക്കകളുടെ കാഴ്ചശക്തി മങ്ങും. ഇരുട്ടായ മങ്ങിയെന്ന് വരും. വളരെ ഒരു നിഴൽ പോലെ ചെറിയൊരു കാഴ്ചയുണ്ടാവുള്ളൂ. എന്നാൽ മൂങ്ങകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാത്രിയിൽ നല്ല പ്രകാശമാണ്. കണ്ണിന് നല്ല അസൽ പവറാണ് അവർക്ക് നല്ലതുപോലെ കാഴ്ച കാണാം. അതുകൊണ്ട് കാക്കകൾ എപ്പോഴും മൂങ്ങകളെ ആക്രമിക്കുന്നത് പകൽ വെളിച്ചത്തിലും, മൂങ്ങകൾ കാക്കകളെ ആക്രമിക്കുന്നത് രാത്രികാലങ്ങളിലുമാണ്. ഇപ്പം കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ കൂടിയിട്ട്, പക്ഷികളൊക്കെ കൂടിയിട്ട്, സിംഹം, കടുവ അങ്ങനെയുള്ള മൃഗങ്ങളല്ല, പക്ഷികളൊക്കെ കൂടി മൂങ്ങയെ രാജാവായി വാഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ മൂങ്ങയ്ക്ക് കള്ളത്തരങ്ങളുണ്ട്, ചതിയനാണ്, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന നല്ലൊരു സ്വഭാവമുണ്ട്, ഇവരുടെ സുഖഭോഗങ്ങളൊക്കെ തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ കാക്കയ്ക്ക് അറിയാം. അപ്പം പക്ഷികൾക്ക് ഈ മൂങ്ങയെ രാജാവാക്കല്ലേ എന്ന് അങ്ങോട്ട് തുറന്ന് പറയാനുള്ള മടിയുണ്ട്. അതേസമയം മൂങ്ങയെ രാജാവാക്കാതെ കൂമൻ, മൂങ്ങ എന്നൊക്കെ പറയുന്നത് ഒറ്റ തരം പക്ഷിയാണ്. രാജാവാകുന്നതിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാക്ക വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചതി പറ്റും. കൂടെ നടക്കുകയും കാലെ ചവിട്ടുകയുമാണ് മൂങ്ങയുടെ സ്വഭാവം. അതിനുവേണ്ടി ഒരു കഥ പറയുകയാണ്. മേഘവർണ്ണൻ എന്ന കാക്ക ക്ഷുദ്രവിശ്വാസം നാശം വരുത്തി വെച്ചു. അതാണ് ഈ കഥയുടെ പേര്. മേഘവർണ്ണം പറയാണ്, പണ്ട് കാട്ടിൽ ഞാനൊരു വൃക്ഷത്തിൽ കൂട് കെട്ടി താമസിച്ചു. അപ്പം അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് മറ്റൊരു പക്ഷി. ആ പക്ഷി ഒരു പൊത്തിൽ വേറെ വന്ന് കൂട് കെട്ടി അവിടെ അയാളും താമസിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ വളരെ അടുത്തടുത്ത് സൗഹൃദമായിരുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല. കാക്കയും ഈ പുതിയതായിട്ട് വന്ന് താമസം ഉറപ്പിച്ച പക്ഷിയും. കാരണം അവർ തമ്മിൽ അയൽക്കാരാണല്ലോ, വലിയ ചങ്ങാതികളായി. അല്പനേരം പോലും പിന്നെ ആ സൗഹൃദം അങ്ങോട്ട് വളർന്ന് രണ്ടുപേർക്കും ഒരുമിച്ച് രാവിലെ എണീറ്റ് ഇര തേടി പോകും. സന്ധ്യയ്ക്ക് ആവുമ്പോൾ തിരിച്ച് കൂട്ടിലെത്തും. കുടുംബങ്ങളുമൊക്കെ ആയിട്ട് അവരവരുടെ കുടുംബങ്ങളിലൊക്കെ സ്വസ്ഥമായിട്ട് അവനവൻ്റെ വാസസ്ഥലത്ത് താമസിച്ചു. പക്ഷേ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പക്ഷി, മേഘവർണ്ണൻ എന്ന കാക്കയുടെ അയൽക്കാരനായ പക്ഷി, കപിഞ്ചലൻ എന്നാണ് ആ പക്ഷിയുടെ പേര്, ആ കപിഞ്ചലൻ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അയ്യോ, എന്താണാവോ അത്ര വൈകണേ, ഇങ്ങനെ അങ്ങോട്ട് വൈകാറില്ലല്ലോ എന്ന് കരുതി. അപ്പോൾ ദീർഘകർണൻ എന്ന് പറയുന്ന ഒരു മുയലുണ്ട്. ആ മുയലാണെങ്കിൽ വരികയും ചെയ്തു. മുയൽ വന്നപ്പോൾ എന്താ, ഈ കപിഞ്ചലൻ എന്ന പക്ഷിയുടെ കൂട്ടിലാരുമില്ല, അവരൊന്നും തിരിച്ചെത്തിയിട്ടില്ല, അയാൾ വന്നിട്ടില്ല. വേഗം തന്നെ ഈ മുയൽ ദീർഘകർണൻ എന്ന മുയൽ കയറി ആ കൂട്ടിലങ്ങോട്ട് താമസിച്ചു. അങ്ങനെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കപിഞ്ചലം വരികയും ചെയ്തു. കപിഞ്ചലം വന്നപ്പോൾ എന്താ, കപിഞ്ചലൻ വരാൻ ഇത്തിരി നേരം വൈകിയെന്ന് കരുതിയിട്ട് തൻ്റെ വീട്ടിൽ വേറെ ആൾ കയറി താമസിച്ചാലോ. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത് എൻ്റെ വീടാണ്, നല്ല വിധത്തിലൊക്കെ പറഞ്ഞു. കാക്കയും ശ്രദ്ധിച്ചു.
മേഘ മേഘവർണ്ണനും ശ്രദ്ധ എന്താ ഈ സംഭവം എന്ന്. അപ്പം എന്താ, ഒരു വീടിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ വരാത്തിരി നേരം വൈകിയപ്പോൾ വേറൊരാൾ കയറി കൂടിയിട്ട് ഇയാളെ പിന്നെ അങ്ങോട്ട് കയറ്റണില്ല. അങ്ങനെ ഈ വീടിൻ്റെ തർക്കമാണ്, ആരാര് വസിക്കും എന്നുള്ളത്. എന്തിനു പറയണു, താമസ സ്ഥലത്തിനൊരു തർക്കമായി. അപ്പോൾ ഇയാൾ ഈ ദീർഘകർണൻ എന്നുള്ള ആ മൂന്നാമത് വന്ന പക്ഷി, കപിഞ്ചലൻ്റെ കൂട്ടിൽ അനധികൃതമായി കയറി വന്ന പക്ഷിയാണ് ദീർഘകർണൻ. ആ ദീർഘകർണൻ വലിയ വലിയ ഉദ്ധരണികളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങി. ഈ ഭൂമിയിലുള്ള കുളങ്ങളും മഹാവൃക്ഷങ്ങളും അതുപോലെ എന്താണ് പർവ്വതങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ളതാണ്. ഒരാളും അങ്ങനെ അടക്കി പിടിച്ചാലൊന്നും സാധിക്കില്ല. എല്ലാവർക്കും തുല്യ അവകാശം വേണം. തൻ്റെ കൂടെ എനിക്കും കൂടി വേണ്ടപ്പെട്ടതാ, അത്ര വലിയ മരം അത് തൻ്റെ ഒന്നല്ല, എല്ലാവർക്കും ഉള്ളതാ എന്നൊക്കെ വലിയ ഭയങ്കരമായ അറിവൊക്കെ അങ്ങോട്ട് ദീർഘകർണം പറയാൻ തുടങ്ങി. ദീർഘകർണം കണ്ടുവച്ചത് അപ്പോൾ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഇതിനൊരു മധ്യസ്ഥൻ വേണം. ഈ കപിഞ്ചലൻ്റെയും ദീർഘകർണൻ്റെയും തർക്കം തീർക്കാനായിട്ട് ഒരു മധ്യസ്ഥൻ വേണം. ആര് പറയുന്നതാ ശരി, ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നോക്കാനായിട്ട്. അങ്ങനെയായിട്ട് ഇവർ മധ്യസ്ഥനെ തേടിപ്പോയപ്പോൾ യമുനാ നദിയുടെ തീരത്ത് വെച്ചിട്ട് ഒരു പൂച്ച സന്യാസി കണ്ടു. പൂച്ചയാണ് കേട്ടോ ആള്, കള്ളപ്പൂച്ച. ആ കള്ളപ്പൂച്ച സന്യാസി വേഷത്തിൽ അവിടെ ഇരിക്കുകയാണ്. മഹാതന്ത്രശാലി, ദേഹനങ്ങാണ്ട് ഭക്ഷണം കിട്ടാനുള്ള വഴിയും തേടിയ നടക്കുന്നത്. ഈ കള്ളപ്പൂച്ച, ഈ പൂച്ച സന്യാസിയാണ് ദീർഘകർണൻ മധ്യസ്ഥനായിട്ട് കണ്ടുവച്ചത്. ആ പൂച്ച സന്യാസിയുടെ പേരെന്താണെന്ന് വെച്ചാൽ സിദ്ധികർണൻ എന്നാണ്. വലിയ സിദ്ധിയൊക്കെ ഉണ്ടെന്ന വെപ്പ്. അവിടെ ചെന്ന് മുൻപിലെത്തി കപിഞ്ചലൻ എന്ന പക്ഷിയും ദീർഘകർണൻ എന്ന പക്ഷിയും വീട് തർക്കത്തിൽ തങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ തർക്കം തീർക്കാനായിട്ട് സിദ്ധികർണൻ എന്ന പൂച്ച സന്യാസിയുടെ അടുത്തെത്തി. രണ്ടാൾ അവരവരുടെ ഭാഗങ്ങൾ നിരത്തി പറയാനടുത്തേക്ക്. അപ്പം ഇയാൾ കള്ള സന്യാസിയാണേ, പൂച്ച സന്യാസിയാണേ, കപട സന്യാസിയാണേ സിദ്ധികർണൻ. അപ്പോൾ കാക്കയ്ക്ക് തോന്നി, എന്തപ്പം ഇവിടെ സംഭവിക്കുക, ഈ മധ്യസ്ഥൻ എങ്ങനെ ഇവരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കി കൊടുക്കും എന്നറിയാൻ വേണ്ടി അവരറിയാതെ പിന്തുടർന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂച്ച സന്യാസി ഇവരുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പറയാ, എനിക്ക് ചെവി വേണ്ടതുപോലെ അങ്ങോട്ട് കേൾക്കില്ല. പൂച്ച സന്യാസി പറയാം, എനിക്ക് ചെവി അങ്ങോട്ട് നല്ലോണം കേൾക്കില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയും, ഇങ്ങോട്ട് അടുത്ത് വരൂ എന്ന് പറഞ്ഞ് രണ്ടാളെ അടുത്തേക്ക് വിളിച്ചു. ഒരാൾ ദീർഘകർണ എന്ന മുയൽ, മറ്റാൾ കപിഞ്ചലൻ എന്ന ഒരു പക്ഷി. ആരുടെ അടുത്തേക്കാണ് ചെല്ലണേ? സിദ്ധികർണൻ എന്ന് പറയുന്ന കള്ളപ്പൂച്ച സന്യാസിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും അടുത്ത് ചെന്നു. അടുത്തങ്ങോട്ട് എത്തിക്കഴിഞ്ഞ വഴിക്ക് ഈ പൂച്ച സന്യാസി എന്ത് ചെയ്തു എന്നറിയാമോ? രണ്ടുപേരും രണ്ട് കൈയ്യിട്ട് നിറയെ പൊത്തിയായിട്ട് ഒരടി അങ്ങോട്ട് അടിച്ചു. ഒറ്റടി അങ്ങോട്ട് അടിച്ചു, പിന്നെ ചേർത്തിഞ്ഞ് പിടിച്ചു. പെട്ടെന്ന് തന്നെ രണ്ടാളെ അങ്ങോട്ട് തിന്നു. എന്താ ഈ കഥ? മധ്യസ്ഥത കേമായില്ലേ. കപിഞ്ചലനെയും തിന്നു, മറ്റേ ദീർഘകർണനെയും പൂച്ച സന്യാസി അങ്ങോട്ട് തിന്നു. ആ നീചൻ്റെ സ്വഭാവം കണ്ടില്ലേ പൂച്ച സന്യാസിയുടെ? ഈ അതുപോലെ തന്നെ മേഘവർണ്ണൻ എന്ന് പറയണ ഈ കാക്ക പറയാണ് മറ്റു പക്ഷികളോട്, ആ പൂച്ച സന്യാസിയെ പോലെ തന്നെ നീചനാണ് ഈ മൂങ്ങ, നിങ്ങൾക്കറിയാൻ പാടില്ലണ്ട, ഇയാളെമ്മിട്ട് രാജാവാക്കല്ലേ. അപ്പോൾ ഈ വൃദ്ധനായ കാക്കയുടെ വാക്കുകൾ
മറ്റ് പക്ഷികൾക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാനായിട്ട് തോന്നിയില്ല. ഉടൻ തന്നെ അവർ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവച്ചേക്കായിരുന്നു. ആ വെള്ളമൊക്കെ തട്ടിമറിച്ചു കാക്കകളും ഒക്കെ. എന്നിട്ട് മൂങ്ങയെ രാജാവായി അഭിഷേകം ചെയ്യാന്നുള്ള കർമ്മം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. മൂങ്ങോട് പൊക്കോളാൻ പറഞ്ഞു പക്ഷികൾ, താൻ ഞങ്ങൾക്ക് രാജാവൊന്നും ആയിട്ടിരിക്കണ്ട. അപ്പം മൂങ്ങയ്ക്ക് എന്തെന്നില്ലാണ്ട് ഭയങ്കര ദേഷ്യമായി. ഈ കാക്കെ ഞാൻ വച്ചേക്കില്ല, എടോ താൻ കരുതി വെച്ചോ, എനിക്ക് തന്നോടുള്ള പകയുണ്ടല്ലോ, കുടിപ്പക. ഒരു കാലത്തും തന്നോടോ തൻ്റെ വംശത്തോടോ എന്നുവെച്ചാൽ കാക്കകളോടുള്ള ആ കലി പക എനിക്ക് തീരില്ല എന്ന് മൂങ്ങ അന്ന് തീരുമാനിച്ചു. അതാണ് ഈ മൂങ്ങകൾക്ക് കാക്കകളോട് ഇത്രമാത്രം വൈരാഗ്യമുണ്ടാവാൻ കാരണം എന്ന് വൃദ്ധനായ കാക്ക മറ്റു പക്ഷികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്രണമുണ്ടായി നമ്മുടെ ശരീരത്തിൽ, തീ പൊള്ളിയോ കത്തി കൊണ്ട് മുറിഞ്ഞോ തട്ടിത്തടഞ്ഞ് വീണോ മറ്റോ ഒക്കെ ശരീരത്തിലൊരു വ്രണമുണ്ടായാൽ കുറച്ച് നാളൊക്കെ വേദനയുണ്ടാകും, ഇത്തിരി നാൾ ചിലപ്പോൾ പഴുത്തുന്നിരിക്കും. പിന്നീട് അത് ക്രമേണ ഉണങ്ങി ആ വ്രണം എന്ന് പറഞ്ഞാൽ മുറിവ്, ആ മുറിവ് അങ്ങ് ഉണങ്ങിയെന്നിരിക്കാം. എന്നാൽ അതുപോലെ വൃക്ഷങ്ങളുടെ ചില കൊമ്പുകളൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാലും അവിടെയൊക്കെ വീണ്ടും വീണ്ടും പൊടിച്ച് ആ വൃക്ഷം വളർന്നു വന്നും വരും. അതുപോലെ കാട്ടുതീയിൽ ഒരുപാട് വൃക്ഷങ്ങൾ കത്തിപ്പോകും, വനങ്ങ് കത്തിപ്പോകും. കുറേ നാൾ കഴിഞ്ഞ് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വനം വീണ്ടും പൊടിച്ച് മരങ്ങളുടെ കുറ്റികളൊക്കെ വീണ്ടും പൊടിച്ച് വീണ്ടും വൃക്ഷങ്ങളൊക്കെ വളർന്ന് വീണ്ടും വനം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ചങ്ങാതിമാരെ, ഒരു കാര്യം, ക്രൂരമായ ചില വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ നമ്മൾ മുറിവേൽപ്പിച്ചാൽ ആ ഒരു വ്രണം, വാക്കുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന മനോവേദന അത് മാറുമോ? അത് ഉണങ്ങി മാറി ആ വ്രണം ഉണങ്ങിപ്പോയി എന്ന് വിചാരിക്കാൻ പറ്റുമോ? അതൊരിക്കലും വ്രണമായി തന്നെ നിൽക്കുകയുള്ളൂ. ആ വ്രണം പൊറുക്കുകയില്ല, ഉണങ്ങുകയില്ല. അതാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കാക്കകളുടെ അതുകൊണ്ടാണ് ഈ മൂങ്ങകളും കാക്കകളും തമ്മിൽ ശത്രുക്കളായത്. അതുകൊണ്ട് മേഘവർണ്ണൻ ചിരഞ്ജീവിയോട് പറയുക, ജയം നേടാനുള്ള ഉപായത്തെപ്പറ്റി ചിന്തിക്കണം. ശത്രുക്കളോട് കീഴ്വഴങ്ങി ജീവിക്കണമെങ്കിൽ അത് തന്നെയാണ് നമുക്ക്. അതേത് വിധത്തിലാണെങ്കിൽ ഒരു യാഗം നടത്താനായിട്ട് മറ്റുള്ളവരുടെ വാക്കുകൾ, തെറ്റായ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ചില സമയത്ത് അത് സത്യമായി വരും. ഏത് വിധത്തിൽ, പണ്ടൊരു ബ്രാഹ്മണൻ യാഗം ചെയ്യാനായിട്ടൊരു ആടിനെയും കൊണ്ട് പോവുക. കാണുന്നൊരു ആടിനെയാണ് ഈ ബ്രാഹ്മണൻ കൊണ്ടുപോയിരുന്നത്. ആ എവിടേക്ക് പോകണു ഈ പട്ടിയും കൊണ്ട് രാവിലെ? പട്ടിയോ? അത് ആടാണ്. ആടോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ വേറെ ഒരു കൂട്ടർ, നല്ല പട്ടിയാട്ടോ, അസൽ പട്ടിയാണ് എന്ന് പറഞ്ഞ് വിട. അങ്ങനെ ഒടുക്കം കുറേ പേരിങ്ങനെ ആടിനെ പട്ടി എന്ന് പറഞ്ഞ് ബ്രാഹ്മണന് തന്നൊരു തോന്നൽ വന്നു. അയ്യോ, ഇത് പട്ടിയാണോ, പട്ടിയും കൊണ്ട് എങ്ങനെ ഞാൻ യാഗം ചെയ്യണത് എന്ന് കരുതി അതിനെ ഉപേക്ഷിച്ചു എന്നാണ് കഥ. ആടിനെ പട്ടിയാക്കിയ കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ആവർത്തനം കൊണ്ട് മറ്റുള്ളവരെ ചതിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ കഥയിലെ ഒരു ഗുണപാഠം, ക്ഷുദ്രവിശ്വാസം നാശം വരുത്തിവെക്കും. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പഞ്ചതന്ത്രത്തിൽ സന്ധിവിഗ്രഹം എന്ന് പറയുന്ന തന്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഈ കഥ ഞാനിവിടെ കേൾവിക്കാർക്കായിട്ട് സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇത് നമ്മുടെ ചാനലാണേ കഥകളതിസാഗരം. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചിയാണ്. വരൂ, കഥകൾ കേൾക്കാൻ വരൂ. പഞ്ചതന്ത്ര കഥകളല്ലേ, കേൾക്കാണ്ടേ പാടില്ല കേട്ടോ.
നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ കഥകളുടെ ലോകത്ത് വളരെ പ്രാധാന്യമുണ്ട് പഞ്ചതന്ത്രം കഥകൾക്ക്. ഒരു ഭരണാധികാരി എന്ന് പറയുന്നെങ്കിലും ഒരു സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട 5 തന്ത്രങ്ങളാണ് പഞ്ചതന്ത്രങ്ങൾ. എല്ലാവർക്കും നന്ദി.